ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഒരു പൊതിച്ചോറ് തിന്നണമെന്ന് കുറേ നാളുകൊണ്ടുള്ള ആഗ്രഹമാണ്. അപ്പം എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അവളും പറഞ്ഞു നമുക്കൊരു പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഒരു പൊതിച്ചോറാക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ എന്താ, മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് കോവയ്ക്കാണ് കേട്ടോ എടുത്തത്. കോവയ്ക്ക എടുത്ത് ഞാനത് അരിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. അമ്മ രാവിലെ ഇതെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ ബ്രഷൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അമ്മ ഇതെല്ലാം കഴുകി എടുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നമുക്ക് അമ്മ കാപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. പുട്ടും കടലക്കറിയാണ് കേട്ടോ. വെള്ളക്കടലയായിരുന്നു. അപ്പോൾ അതും കടലക്കറി. അപ്പോൾ കടലക്കറിയൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ പുട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അമ്മ ഒരു 3-4 ചിരട്ടപ്പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി ഞാൻ അടുക്കളയിൽ നിന്നുകൊണ്ട് ബാക്കി ഞാനങ്ങ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ, കോവയ്ക്കെല്ലാം അരിഞ്ഞ് റെഡിയാക്കി. പിന്നെ തോരന് വേണ്ടിയിട്ട് ക്യാരറ്റും ഒരു സവാളയും കൂടി പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് തോരൻ വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാം സിമ്പിൾ കറികളാണ്. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഇതിൽ പൊതിച്ചോറിൽ നമ്മളങ്ങനെ ഒഴിച്ചുകറിയൊന്നും അങ്ങനെ ഞങ്ങൾക്കങ്ങനെ താല്പര്യമില്ല കേട്ടോ. എനിക്കായാലും അവളും പറഞ്ഞു കേട്ടോ ഒഴിച്ചുകറിയൊന്നും വേണ്ടാന്ന്. ഒഴിച്ചുകറിയായിട്ട് പിന്നെ അമ്മ അല്ലാണ്ട് പരിപ്പ് കറിയും പിന്നെ മീൻ പച്ചയ്ക്ക് അരച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളത് പൊതിച്ചോറിന് എടുത്തിട്ടില്ല. അപ്പോൾ പൊതിച്ചോറ് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും തോരനോ മെഴുക്കുവരട്ടി ചമ്മന്തി മീൻ വറുത്തത് മുട്ട പൊരിച്ചത് അങ്ങനെയൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണത്. പിന്നെ അച്ചാറില്ലാണ്ടായിപ്പോയി. നമ്മളിട്ട് അച്ചാറൊക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അച്ചാറുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അല്ലാതെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ ചെറിയ പൊതി ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ ക്യാരറ്റ് എല്ലാം ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് കൊത്തി അരിഞ്ഞിട്ട് പിന്നെ കുറച്ച് 2-3 പച്ചമുളകും പിന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഒരു സവാളയും തേങ്ങയും എല്ലാം കൂടെ ഒന്ന് തിരുമ്മി അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എന്താണെന്നറിയാമോ, അപ്പോൾ അവൾ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ കുട്ടികൾ എത്രയും പേരെ നോക്കണ്ടേ, അപ്പോൾ 4 പേരുണ്ട്, അവരെ മൊത്തം നോക്കണ്ടേ. അപ്പോൾ അവൾ ആ ജോലി ഏറ്റെടുത്തു കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ചങ്ങ് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ആദ്യമേ തന്നെ അരിഞ്ഞൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ തേങ്ങയൊക്കെ തിരുമ്മി തരുന്നുണ്ടായിരുന്നു നമ്മുടെ ചമ്മന്തിക്കും തോരനും ഒക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ കാപ്പി കഴിക്കാൻ സമയമാവുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ തോരൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റ്, അതിനകത്തുനിന്ന് ഞാനൊരു ക്യാരറ്റ് എടുത്ത് എനിക്കൊരു ചെറിയ ജ്യൂസും ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മധുരമൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ക്യാരറ്റ് ഒന്ന് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങളുടെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾക്കെല്ലാം കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ നമുക്ക് കിട്ടിയത് ചാളയാണ് കേട്ടോ. ചാള മത്തി എന്നൊക്കെ പറയും. അപ്പോൾ സൂപ്പർ ചാളയായിരുന്നു. അത് ഫുള്ളല്ല, ഞങ്ങൾക്കൊരു 7 എണ്ണം എടുത്ത് വറുത്തിട്ട് ബാക്കി അതുപോലെ അമ്മ പച്ചയ്ക്ക് അരച്ച് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ അതിൻ്റെ പരിഞ്ഞില്ല, അതിൻ്റെ മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എല്ലാം കൂടെയാണ് ഞാൻ വറുത്തത്. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞും പിന്നെ നമ്മുടെ മീനൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാൻ പോകണം കേട്ടോ. അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിൽ രണ്ട് അടുപ്പിലായിട്ട് നമുക്ക് തോരനും മെഴുക്കുവരട്ടി ആദ്യം അങ്ങ് വെക്കാം. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ ചമ്മന്തി അരച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി അരച്ചതെന്ന് വെച്ചാൽ നമ്മുടെ അടുപ്പിൽ വറ്റൽമുളക് ചുട്ടിട്ടാണ് ചമ്മന്തി അരച്ചത്. അപ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. വറ്റൽമുളക് ചുട്ട് ആ ഒരു ടേസ്റ്റ് നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി, നമ്മൾ തേങ്ങ ചുട്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലാണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, മഴ അങ്ങനെ ഭയങ്കര മഴയാണ്. അതുകൊണ്ട് മഴ വരും, പിന്നെ കുറച്ച് നേരത്തേക്ക് തോർച്ച കാണും അങ്ങനെയുള്ളതിൽ. അപ്പോൾ തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മ വെളിയിൽ തുണികൾ വിരിച്ചിടുകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് സമയമൊന്നും ആയിട്ടില്ല, 10-10:30 മണി അങ്ങനെ ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പം നമ്മുടെ തോരൻ ഇപ്പോൾ തന്നെ റെഡിയാക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ മെഴുക്കുവരട്ടിയും വെച്ചു. അപ്പോൾ പൊതിച്ചോറൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു നൊസ്റ്റാൾജി അല്ല, ഒരു ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഉച്ചയാകുമ്പോഴത്തേക്ക് ആ പൊതിച്ചോറ് മാക്സിമം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ പൊതിയൊന്നും അങ്ങനെ കൊടുത്തു വിടാൻ പറ്റില്ല എന്ന് തോന്നുന്നല്ലേ. എല്ലാം ലഞ്ച് ബോക്സിലാണ് കൊടുത്തു വിടുക. പക്ഷേ നമ്മുടെ വാഴയിലയിൽ വാട്ടിയിട്ട് നമ്മൾ ആ ചോറെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കൊക്കെ അമ്മ അങ്ങനെയാണ് കേട്ടോ തന്നു വിട്ടിട്ടുള്ളത്. ഇലയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട്
അങ്ങനെയാണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മെഴുക്കുവരട്ടിയും തോരനും ഒക്കെ എല്ലാം റെഡിയാക്കാൻ വെച്ചിട്ട് നമ്മുടെ മീനിന് മസാല ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ മീനിന് മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഞാൻ ചതച്ചെടുത്തിട്ടില്ല, അല്ലാണ്ട് നീളത്തിലൊന്ന് അരിഞ്ഞാണ് കേട്ടോ എടുക്കുന്നത്. നല്ല നൈസായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും, അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ലതാണ്. പിന്നെ കുറച്ച് എണ്ണ, സാധാരണ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പം നമ്മളിവിടെ വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാം ഓയിൽ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ അതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ മീൻ ഇത് നമ്മുടെ തോരനും മെഴുക്കുവരട്ടിയൊക്കെ ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് മീൻ അവിടെ ഒന്ന് സെറ്റ് ആയിക്കോളും. പിന്നെ കറിക്കുള്ളത് അമ്മ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വേറെ എടുത്ത് വെച്ചിട്ട് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് കറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിനകത്തും കൂടെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചോറൊക്കെ അമ്മ രാവിലെ അടുപ്പിനകത്താണ് വെച്ചത്, വിറകടുപ്പിലാണ് കേട്ടോ വെച്ചത്. അപ്പോൾ പിന്നെ നമ്മുടെ തോരൻ ഇതാ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഇതുപോലെ തോരനൊക്കെ വെച്ച് കൊടുക്കുന്നത് തന്നെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയാക്കി അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയപ്പോഴത്തേക്കും ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ മെഴുക്കുവരട്ടി അവിടെ ലോ ഫ്ലെയിമിൽ കിടന്ന് വേവുന്നത്, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പിന്നെ തേങ്ങ തിരുമുന്നത് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് മുട്ട ഉണ്ടായിരുന്നില്ല, ഞാൻ പിന്നെ താഴെ പോയി ഒരു വീട്ടിൽ പോയി മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനൊരു 5 മുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ 5 നമുക്ക് വേണ്ടി വന്നില്ല, ഒരു 3 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ തേങ്ങയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടു കേട്ടോ. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ മുട്ട പൊരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ അതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ മുട്ട നമ്മൾ എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ട് മുറിച്ച് വെച്ച് കൊടുക്കുന്നതല്ലോ കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട ഇവിടെ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ ഒരു വട്ടം ഒഴിച്ചിട്ട് അതിന്ന് അടച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അടച്ച് കഴിയുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് നന്നായിട്ട് മുട്ട പൊരിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്താണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് ഇതുപോലെ മുട്ട പൊരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം പണ്ട് ഞങ്ങൾക്ക് അമ്മ എങ്ങനെയാണ് ചെയ്തു തന്നിട്ടുള്ളത്, നമ്മളിപ്പം സാധാരണ അങ്ങനെയല്ല സവാളയും അല്ലാണ്ട് പച്ചമുളകും ഒക്കെ ഇട്ടല്ലേ നമ്മൾ മുട്ട പൊരിക്കാറ്. പക്ഷേ തേങ്ങയും കൂടെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ നല്ല ഫ്ലഫി ആയിട്ട് നല്ലതായിട്ട് മുട്ട വരും കേട്ടോ. പിന്നെ കറികളെല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇല മുറിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ നമുക്കൊരു 5 പൊതിച്ചോറാണ് വേണ്ടുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പൊതിച്ചോറായിട്ട് വേണ്ടാന്ന് പറഞ്ഞു, അല്ലാണ്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് എനിക്ക്, ഒന്ന് അനിയത്തിക്ക്, പിന്നെ മക്കൾ 4 പേര്, പിന്നെ താഴെ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഒരു പൊതിച്ചോറ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 5 പൊതിച്ചോറാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇലയെല്ലാം മുറിച്ചുകൊണ്ട് വന്നതിന് ശേഷം അതൊന്ന് കഴുകാണ്. എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി അതൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് നമുക്കിനി പൊതി കെട്ടാമേ. അപ്പോൾ അതാ നമ്മൾ പൊതി ഓരോന്നായിട്ട് കെട്ടാൻ പോവാണ്. ആദ്യം നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ ഇതിവിടെ കുറവായിരുന്നു, ന്യൂസ് പേപ്പർ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്ലാണ്ടുള്ള പേപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇലയൊക്കെ വെച്ചു, പിന്നെ അതിലേക്ക് ചോറ് വെച്ച് കൊടുത്തു. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറേശ്ശെ ചോറേ വെച്ച് കൊടുക്കുന്നുള്ളൂ, അവർ കഴിക്കുന്ന അത്ര ചോറേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇത് അല്ലാണ്ട് ഞങ്ങൾക്ക് വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ തോരനും പിന്നെ മെഴുക്കുവരട്ടിയും ചമ്മന്തിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഒരു മീൻ വറുത്തതും മുട്ട പൊരിച്ചതും എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും പൊതിഞ്ഞ് വെക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും പൊതിഞ്ഞ് വെച്ചിട്ടില്ല. ചോറിനകത്ത് തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചോറുമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് തന്നെ എല്ലാം വെച്ചു. പിന്നെ ചമ്മന്തിയും എല്ലാം ഒന്ന് ഉണ്ടാക്കി നമ്മൾ അതിനകത്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെന്താ, അപ്പോൾ നമ്മളിനി ഓരോ പൊതിയായിട്ട് കെട്ടി മാറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ കുഞ്ഞമ്മയ്ക്കുള്ളത് അവിടെ ഉള്ളത് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അവിടെ 2 പേരുണ്ട്. അപ്പോൾ അവർക്ക് ഒരുമിച്ചാണ് കേട്ടോ, 2 മക്കളുണ്ട് അവിടെ. അപ്പോൾ അവർക്കുള്ളത് ഒരുമിച്ചാണ്, ഒരിലയിലാണ് കേട്ടോ പൊതിഞ്ഞേക്കുന്നത്. അങ്ങനെ അവർക്ക് അത് മതിയെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെയാണെങ്കിൽ മുട്ടയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ലച്ചുവൊക്കെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്താ ഈ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ അവരങ്ങനെ ആദ്യമായിട്ടല്ല, സ്കൂളിൽ അങ്ങനെ ഇവരങ്ങനെ ഫുഡ് അങ്ങനെ ചോറ് ഇങ്ങനെ പൊതിച്ചോറായിട്ട് കൊണ്ടുപോയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇലയൊക്കെ കളയാനുള്ള സൗകര്യക്കുറവ് കാരണം അവർ ബോക്സിലാണ് കേട്ടോ, ലഞ്ച് ബോക്സിലാണ് കൊണ്ടുപോവുക. അപ്പം കുട്ടികൾക്കൊക്കെ ഒരു ആകാംക്ഷ കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അങ്ങനെ പിന്നെ എനിക്ക് ഇഷ്ടം എപ്പോഴാണെന്ന് പറയുമ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് മോളെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴൊക്കെ പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ എനിക്ക് നാത്തൂനാണ് എനിക്ക് പൊതിച്ചോറൊക്കെ കെട്ടി തന്നത് കേട്ടോ. അപ്പം അതും ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് എപ്പോൾ കഴിച്ചാലും നമുക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ പൊതിയെല്ലാം കെട്ടി മാറ്റി വെക്കുകയാണ്. വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇത് കഴിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടില്ല, 12-12:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കറികളും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളിനി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇലയൊക്കെ വാട്ടി അത് കുറച്ച് നേരം ഇരുന്നിട്ട് അത് ഒന്ന് നമ്മുടെ പൊതി തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ആ ഒരു സ്മെല്ലും എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ഞാൻ പിന്നെ മീൻ വറുത്തപ്പോൾ അതിൻ്റെ കുറച്ച് പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെയാണത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.